ഇപ്പോൾ തൃശൂർ മേയർ മാധ്യമങ്ങളെ കാണുന്നു. അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടും രാജ്യങ്ങൾക്കായിട്ടും വലിയ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അദ്ദേഹം എന്നെ അത് പറയാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ ഖേദകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ രാജിയൊന്നും എൻ്റെ സബ്ജക്റ്റിൽ പെട്ടതല്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? സാമ്പത്തികമായിട്ട് ആരൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടോ ആ സഹായിക്കുന്നത് കോർപ്പറേഷൻ്റെ കീഴിലുള്ള നാട് നന്നാവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ആര് കാശ് തന്നാലും നമ്മൾ സ്വീകരിക്കും. അതിപ്പോൾ അദ്ദേഹം 1 കോടി തന്നു എന്നുള്ളത് സ്വീകരിക്കുമെന്നുള്ളത് തെറ്റായി എനിക്ക് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഇപ്പോൾ MP ആയി. അദ്ദേഹത്തെ ഞാൻ പിന്നെ കാണുന്നത് ഒരു യാദൃശ്യമായിട്ട് ഹോട്ടലിൽ വെച്ച് കണ്ടു. അദ്ദേഹം ഇതുപോലെ തന്നെ സംഭാഷണം കൊച്ചു അത് വിട്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഇപ്പം ഞാൻ CPM-ൽ ഇന്ന് വരെ വന്നിട്ട് CPM-ൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അവർക്ക് ഞാൻ ഇന്നവരെ അതൊന്നും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. പിന്നെ എന്താണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് വസ്ത്രത്തിൽ പറഞ്ഞ അതിനെക്കുറിച്ച് ധാരണയില്ല, അറിയില്ല. ഞാൻ അങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. കാരണം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. സുരേഷ് ഗോപി MP ആയതും കേന്ദ്രമന്ത്രി ആയതും തൃശ്ശൂരിനെ ഗുണം ചെയ്യുന്നതാണോ മേയർ കണക്കാക്കുന്നത്? അല്ല, നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുമല്ലോ, കേന്ദ്രത്തിൻ്റെ ഫണ്ട് തൃശ്ശൂരിലേക്ക് വരുന്നത് തെറ്റല്ലല്ലോ. അതിൻ്റെ ഗുണം കിട്ടുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനും കിട്ടും. കാരണം ഇതൊരു നിയോജക മണ്ഡലം കൂടി ആയതുകൊണ്ട് അദ്ദേഹം തന്നാൽ നമ്മൾ സ്വീകരിക്കും. വികസനം ഏത് നാടിൻ്റെയും ആവശ്യമാണ്. ഞാൻ രാത്രിയും പകലും 24 മണിക്കൂറും തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരാളാണ്. അതേ സമയത്ത് എനിക്ക് ആരൊക്കെ സാമ്പത്തിക സഹായം തന്നാലും നമ്മളിവിടെ സ്വീകരിക്കും, നടപ്പിലാക്കും. അതിനകത്തൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മേയർ ആവുന്ന തന്നെ ഉദ്ദേശം എനിക്ക് കിട്ടിയിട്ടുള്ള അവസരം പരമാവധി ഉപയോഗിച്ച് എൻ്റെ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും ആര് തന്നാലും ഞാൻ ഇന്ന് വരെ ചെയ്തു. ഞാൻ ഡൽഹിയിൽ നിന്ന് പോയിട്ട് 135 കോടി. ശരി, തനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു തൃശൂർ മേയർ MK വർഗീസ്. ഫണ്ട് എവിടെ നിന്നായാലും, അത് കേന്ദ്ര ഫണ്ട് ആയാലും അത് തൃശ്ശൂരിനായി ഉപയോഗിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്.